ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റ് ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമായിരിക്കില്ല. അതില്ലാതെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മൾ സാധാരണ നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന വെള്ളയപ്പം ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസ് ഒരു 6 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി റൈസിന് പകരം സാധാരണ പച്ചരി യൂസ് ചെയ്താലും മതി. നിങ്ങൾ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് അരി ആയാലും കുഴപ്പമില്ല. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നാണ്. ഒരു 3/4 ടീസ്പൂൺ ഉഴുന്ന് മതിയാവും. 1.5 കപ്പ് പച്ചരിക്ക് 3/4 ടീസ്പൂൺ ഉഴുന്ന്. ഈ അരി വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ ഉഴുന്നും ഇട്ട് വെക്കണം. ഇത് രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ സെപ്പറേറ്റ് 2 പാത്രത്തിലൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്. ചോറ് ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിയും ഉഴുന്നും ചേർക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ പകുതി അരിയും പകുതി ഉഴുന്നും ചേർത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അരി ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ തേങ്ങ ചേർക്കാം. 1/4 കപ്പ് ചോറും ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതും അരച്ചെടുക്കാം. പറ്റുന്നിടത്തോളം തരിയില്ലാണ്ടങ്ങ് അരയ്ക്കണം. അപ്പോൾ തേങ്ങയും ചോറും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് റെഡിയായി. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഇത് ലൂസാക്കണ്ട. അഥവാ മാവ് കുറുകിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ അടുത്ത ദിവസം ഇത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. ഇതായിരിക്കണം മാവിൻ്റെ പരുവം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പഞ്ചസാരയോ ഉപ്പോ ഒന്നും തന്നെ ചേർക്കണ്ട. ഇത് ഫെർമെൻ്റായി വന്നതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊരു മിനിമം 10 മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ പോലെ ചിലപ്പം സമയത്തിൽ വ്യത്യാസമൊക്കെ വരാം കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലം, ഇപ്പോൾ ഡിസംബർ അല്ലേ, അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ വിൻ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവനകത്ത് ഒന്നുകിൽ ലൈറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഓവൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിന് പൊങ്ങി വരത്തുള്ളൂ. പിന്നെ ഈസ്റ്റ് ചേർക്കുന്ന മാവ് പോലെ നല്ലോണം അത് പൊങ്ങത്തൊന്നുമില്ല. നമുക്ക് തുറന്നു നോക്കുമ്പം ഒട്ടും പൊങ്ങിയിട്ടില്ലാത്ത പോലെ തന്നെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരിയാവും. അപ്പോൾ ഞാൻ സാധാരണ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് അരച്ച് വെച്ച മാവാണ്. ഇത് കണ്ടോ, ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതിൽ കൂടുതൽ പൊങ്ങി വരത്തില്ല. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ മാവിന്ന് ഒരല്പം എടുത്ത് മാറ്റി വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മാവെടുത്ത് ഒരു പാത്രത്തിലോ കുപ്പിയിലോ എന്തെങ്കിലും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുമ്പോൾ ആ പഴയ ഇരിക്കുന്ന മാവും കൂടി മിക്സ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഈ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നാടൻ കടകളിൽ കിട്ടുന്ന അപ്പം ഉണ്ടല്ലോ, അതിൻ്റെ പക്ക ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് ആവശ്യത്തിന് മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കാം. ഞാൻ ഇന്നിപ്പോൾ ഈ മാവ് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് റെഡി. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. എൻ്റെ വീട്ടിൽ സാധാരണ ഇതിനകത്തേക്ക് ഒരു അല്പം സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതല്ല, ബേക്കിംഗ് സോഡ ഒഴിവാക്കി നമുക്കിത് തയ്യാറാക്കാം. ഞാൻ എന്തായാലും 2 രീതിയിലും ഇത് ഉണ്ടാക്കി കാണിക്കാം. ഇപ്പോൾ ഒരു 2-3 അപ്പത്തിനുള്ള മാവ് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുവാണ്. അതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി ബാക്കിയിരിക്കുന്ന മാവിലേക്ക് ഞാൻ ഒരല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 2 നുള്ള് പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും മാവെന്ന് പറയുമ്പോൾ ഒരു 10-12 അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു 2 നുള്ള് സോഡാപ്പൊടി എന്ന് പറയുമ്പോൾ വളരെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോഡാപ്പൊടിയുടെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം ഒരു മഞ്ഞ കളറിലായി പോകും. പിന്നെ അതിൻ്റെ ടേസ്റ്റും മാറും. ഈ പൊടി നമ്മൾ നേരിട്ട് മാവിലേക്കല്ല ഇടുന്നത്. അപ്പോൾ ആദ്യം സ്പൂണിൽ ഞാനൊരല്പം വെള്ളം ഒഴിക്കുവാണ്. 2-3 ടീസ്പൂൺ വെള്ളം. വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് വേണം മാവിലേക്ക് ഒഴിക്കാൻ, അല്ലെങ്കിൽ ഈ പൊടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പം അപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു കളർ ചേഞ്ച് തോന്നും. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് സോഡാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് അലിഞ്ഞതിന് ശേഷം
അത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് റെഡി. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് വയ്ക്കാം. ഇരുമ്പച്ചട്ടി ആണെങ്കിൽ എണ്ണ തേച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരപ്പം കൂടി ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കാണിക്കാം. ആദ്യത്തേത് വീഡിയോ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പോൾ ഒരു തവി മാവ് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് റെഡി. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാത്ത അപ്പം ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് ചുറ്റിച്ച് വയ്ക്കാം. കണ്ടോ, നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കിയ അപ്പം പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇതും ഉള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം. ഈ അപ്പം അപ്പച്ചട്ടി ഇല്ലാതെ വെറുതെ പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.